നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ജോലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ഏകദേശം എത്ര മാസം വരെ അല്ലെങ്കിൽ എത്ര കാലം നിങ്ങൾ ജോലി സെർച്ച് ചെയ്യും? 1 മാസം, 2 മാസം, 3 മാസം? 3 മാസത്തിന് ശേഷം എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു, പക്ഷേ ഒരു ജോലി പോലും കിട്ടിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കോൾസ് വന്നു, പക്ഷേ ഇൻ്റർവ്യൂസ് ഒന്നും ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരുപാട് കണക്ഷൻ റിക്വസ്റ്റൊക്കെ അയച്ചു, റെഫറൻസൊക്കെ ചോദിച്ചു, പക്ഷേ ഒരാൾ പോലും റെഫറൻസ് ഒന്നും തന്നില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് വേറൊരു സംഭവമാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലി സെർച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ. ഒരു ഫ്രഷർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണം എന്നുണ്ടെങ്കിൽ ജോലി കിട്ടണം. ഇപ്പോൾ കമ്പനീസ് ചോദിക്കും എക്സ്പീരിയൻസ് ഉണ്ടോ, പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജോലി കിട്ടണ്ടേ. ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം. ഈ ഒരു പ്രശ്നം എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു 3 മാസമൊക്കെ ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യും, അവസാനം ആ ജോലി കിട്ടാതെ ഗിവ് അപ്പ് ചെയ്ത് പോകലാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ഇതൊരു വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു എക്സാക്റ്റ് പ്രോബ്ലം ഫേസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്തത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊരു ആക്റ്റീവായിട്ട് സീരിയസ് ആയിട്ട് ജോലി സെർച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഗിവ് അപ്പ് ചെയ്യൂല എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് യു. ദിസ് പെർട്ടിക്കുലർ ട്രിക്ക് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ കമ്പയർ ചെയ്യണം. അതായത് ഒരു കമ്പനി ഹയർ ചെയ്യുന്ന പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കിയാൽ അവർക്ക് ഫ്രഷേഴ്സിൻ്റെ ഇവിടെ അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ട്. ഒബ്വിയസ്ലി ദേ ആർ ഗോയിങ് ടു ചൂസ് എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇവരെ തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ഈ 2 പേരെയും കമ്പയർ ചെയ്താൽ കമ്പനീസ് ഫ്രഷേഴ്സിന് തീരെ വാല്യൂ കൊടുക്കില്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല വാല്യൂ കൊടുക്കും. അതിൻ്റെ കാരണം ഈ ഫ്രഷേഴ്സിന് സ്കില്ലുകളില്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്കിൽസ് ഉണ്ട്. കമ്പനിക്ക് ഏത് സ്കില്ലാണോ വേണ്ടത് ആ സ്കില്ല് അവർക്ക് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇവർക്ക് സ്കില്ലുണ്ടായത് ഇവർക്ക് ഇല്ലാതിരുന്നത്? ഇവർ തമ്മിൽ വീണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ 6 മാസം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതും പല ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലല്ല, സെയിം ഏരിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 6 മണി വരെ ഒരു 7 hours വർക്ക് അവരതിൽ ഇടുന്നുണ്ട്, ആ ഒരു ജോബിലിടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങളിപ്പോൾ കോളേജിലൊക്കെ പോയി വല്ലാതെ ആത്മാർത്ഥമായിട്ടൊന്നുമല്ല നിങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുള്ളത്. എന്നാലും പരീക്ഷൻ്റെ തലേന്ന് നൈറ്റ് ഔട്ടൊക്കെ അടിച്ചിട്ട് പഠിച്ചാൽ എങ്ങനെയെങ്കിലും പാസ് മാർക്ക് കിട്ടിയിട്ട് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ കിട്ടും അല്ലേ? അതിൽ കുറച്ചും കൂടി ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം റിസൾട്ട് കിട്ടും. അതിൻ്റെ പുറമെ നമ്മളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എഫേർട്ട് ഇടുന്നേ ഇല്ല, ഫുള്ള് കളിച്ച് നടക്കായിരിക്കും അധിക ടൈമിലും. ക്ലാസ്സിലാണെങ്കിൽ ശ്രദ്ധിക്കില്ല, ഫ്രണ്ട്സിൻ്റെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, ചിലപ്പം ക്ലാസ് എൻഗേജിങ് ആയിരിക്കില്ല, എന്നാലും ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടുന്നേ ഇല്ല. അപ്പോൾ ഈ ഒരു കേസിൽ വർക്ക് എക്സ്പീരിയൻസിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവർ ഫോക്കസ്ഡ് ആയിട്ട് ഒരു 6 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗിവ് അപ്പ് ചെയ്യാതെ ഒരേ ഏരിയയിൽ മോർണിംഗ് മുതൽ ഈവനിങ് വരെ വർക്ക് ചെയ്യാണ്. ഇവിടെ അതിൻ്റെ 7 അയലത്തേക്ക് എത്തിയില്ല ഈ ഫ്രഷറായിട്ടുള്ള ആൾ കോളേജിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഓഫ് സ്കില്ല് വരും. അതായത് ഇയാൾക്ക് നല്ല സ്കില്ലിൻ്റെ കുറവുണ്ടാവും, ഇയാൾക്ക് ഭയങ്കര സ്കില്ലുണ്ടാവും. കാരണം 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഇട്ടാണ്. ആ കാരണം കൊണ്ട് തന്നെ ഈ ഫ്രഷറായിട്ടുള്ള ആൾക്കാർക്ക് ഈ കമ്പനി തരുന്ന ജോലിയൊന്നും കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് ആ കമ്പനി നൽകുന്ന ജോലികൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാനോ ഏത് പ്രൊജക്റ്റാണോ കമ്പനീസ് കൊടുക്കുന്നത് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വളരെ എളുപ്പം സാധിക്കും. ഇവിടെ അതിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്രഷേഴ്സിന് ആർക്കും വേണ്ട. എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇപ്പോൾ ഇവിടെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടെ ഡിസിപ്ലിനൊന്നും ഇല്ല, വെറുതെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് സ്റ്റുഡൻസ് ലീഡ് ചെയ്യുന്നത്. ഈവൻ ദോ ഹി ഹാസ് റാങ്ക്, even though he has good grades, this person is lacking crucial skills that company need in him to deliver the projects on time with proper quality. Okay, ആ ഒരു പ്രശ്നം, അതായത് നല്ല ക്വാളിറ്റിയിൽ പ്രൊജക്റ്റ് ഡെലിവർ ചെയ്യാനുള്ള സ്കില്ല് ഇയാൾ ലാക്ക് ചെയ്യുന്നുണ്ടാവും എന്തായാലും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തൊരു സംഭവമാണ്. ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചു. അതായത് ഫ്രഷേഴ്സിന് എന്താണ് അവർ തീരെ വാല്യൂ കൊടുക്കാത്തത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോൾ, മറ്റവർക്ക് എന്തുകൊണ്ടാണ് വാല്യൂ കൊടുക്കുന്നത് എന്നതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ മനസ്സിലായ സംഭവം, വി നീഡ് ടു ബിഹേവ് ലൈക്ക് എൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. ഒരു ഫ്രഷറാണെന്നുണ്ടെങ്കിലും നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് പേഴ്സണെ പോലെ ബിഹേവ് ചെയ്താൽ നമുക്ക് ആ ക്വാളിറ്റീസിൻ്റെ ഒരു
75% എങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ വി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ജോബ്. M.Tech കഴിഞ്ഞിട്ട് എനിക്ക് നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു. എന്തിന്? ഒരു ജോലിക്ക് കയറണമല്ലോ, സർവൈവ് ചെയ്യണമല്ലോ. അപ്പോൾ സകലവിധ മെൻ്റൽ ട്രിക്കുകളും നമ്മൾ അപ്ലൈ ചെയ്യണം, എന്നാലേ എവിടെയെങ്കിലും എത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ, ഫ്രഷർ എന്നുള്ള ലെവലിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്വാളിറ്റീസ് ഓരോന്നും നമ്മളെ ബിഹേവിയറിൽ, ഇയാളുടെ ബിഹേവിയർ എല്ലാം നമ്മൾ കോപ്പി ചെയ്യുക. ഇയാളുടെ ക്വാളിറ്റീസിൻ്റെ ഒരു 70% അല്ലെങ്കിൽ ഒരു 60% നമ്മൾ അക്വയർ ചെയ്യാൻ നോക്കുക, നമ്മൾ നേടിയെടുക്കാൻ നോക്കുക. അങ്ങനെ നേടിയെടുത്താൽ ഒരു 60% എത്ര പെർസെൻറ്റേജ് നമ്മൾ എത്തിയോ അത്രയും നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും 100% ഇയാളത്ര എത്തൂല, കാരണം നമുക്കൊരു റിയൽ ജോബ് എൻവയൺമെൻറ്റ് നമുക്കില്ല, നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇത് നമ്മൾ സിമുലേറ്റ് ചെയ്യാണ്, കോപ്പി ചെയ്യാണ്, ഫേക്ക് ചെയ്യാണ്. അങ്ങനെ ഫേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നിശ്ചിത ലെവലിൽ വരെ നമുക്ക് എത്താൻ കഴിയും. അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത സംഭവമാണ്, ഞാൻ കമ്പയർ ചെയ്തു ഒരു ജോലി ചെയ്യുന്ന ഒരാളുടെ ബിഹേവിയറും ഡെയിലി റുട്ടീനും കമ്പയർ ചെയ്തു. അപ്പോൾ 9 മണിക്ക് ഓഫീസിലെത്തുന്നുണ്ട്, അപ്പോൾ നമ്മളും 9 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. 6 മണി വരെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മളും 6 മണി വരെ വർക്ക് ചെയ്യുക. ഫോക്കസ്ഡ് ആണ്, നമ്മളും ഫോക്കസ്ഡ് ആവുക. 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഗിവ് അപ്പ് ചെയ്യാതെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡെയിലി ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട്, സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ഹോളിഡേയ്സ് അതെല്ലാം എടുത്തിട്ട് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളും ജോബ് സെർച്ച് ചെയ്യുമ്പോൾ you guessed it right. We need to search for job at least for 6 months. Within that 6 months we will get the job. This is my experience. Okay, മനസ്സിലായി? രാവിലെ 9 മണി മുതൽ സൈൻ ഇൻ ചെയ്യുക. എവിടെ? നമ്മളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് ഇനി ജോലി ചെയ്യുന്ന ഒരാൾ, വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യായിരിക്കും അവർ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ഒന്നുമില്ല. വാട്ട് ഷുഡ് ഐ വർക്ക് ഓൺ? വാട്ട് ഷുഡ് ഐ ബി ഡൂയിങ്? സോ ഇഫ് ഐ ഡോണ്ട് ഹാവ് എനി പ്രൊജക്ട്സ്, വാട്ട് ഷുഡ് ഐ ബി ഡൂയിങ്? പ്രൊജക്റ്റ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷനിൽ, നമുക്കൊരു ജോബ് ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്തിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. നമ്മൾ വർക്ക് ചെയ്യേണ്ടത് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഈ 6 മാസം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് എന്തെല്ലാം സ്കില്ലുകളാണുള്ളത് അതെല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ട് ആ സ്കില്ലെല്ലാം നമുക്ക് എത്താൻ വേണ്ടിയിട്ട് സിമുലേറ്റ് ചെയ്യുക, ഫേക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് റിയലി വെൽ. ഇയാൾ അടിപൊളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, ബിക്കോസ് ഹീ ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ 6 months കണ്ടിന്യൂസ്ലി. സോ വി നീഡ് ടു ബി റിയലി ഗുഡ് അറ്റ് ആ കമ്മ്യൂണിക്കേഷൻ. നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ അടിപൊളിയാണ് ഇംഗ്ലീഷിൽ. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഡെയിലി എത്ര കാലത്തേക്ക്? 6 മാസത്തേക്ക്. ഓക്കെ, ഇനി ഇയാൾ ചെയ്യുന്ന ടെക്നിക്കൽ ജോബ്, മേ ബി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, സം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സം സെയിൽസ് സ്കിൽസ് ഓർ സം അതർ തിങ്സ്, എനി സ്കിൽസ്. ഓക്കെ, ആ സ്കില്ല് ഇവിടെ ഫേക്ക് ചെയ്തിട്ട് അതും സിമുലേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ കേസിൽ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ഏകദേശം LabVIEW എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയറിലാണെന്ന് ഏകദേശം ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? LabVIEWൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തു. അതായത് ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ക്രെഡിബിലിറ്റിയും സ്കില്ലും ഷോക്കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ കോണ്ടൻറ്റ് ഡെലിവറി ചെയ്തിട്ട് ലാബിൽ വർക്ക് ചെയ്യുന്ന കോണ്ടൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോണ്ടൻറ്റോ, അങ്ങനെ കോണ്ടൻറ്റുകൾ ലിങ്ക്ഡിനിലോ നമ്മളുടെ യൂട്യൂബിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഡെലിവർ ചെയ്യണം. അങ്ങനെ ആ രീതിയിൽ നമുക്ക് തെളിയിക്കാം. പക്ഷേ അങ്ങനെ തെളിയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ എടുക്കാം. അപ്പോൾ ഞാൻ ചെയ്തതെന്താ വെച്ചാൽ, LabVIEWൻ്റെ ഒരു ബേസിക് സർട്ടിഫിക്കേഷൻ ഉണ്ട്, സർട്ടിഫൈഡ് LabVIEW അസോസിയേറ്റ് ഡെവലപ്പർ. ആ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ എന്ത് വർക്ക് ചെയ്തു? ഞാൻ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യല്ല, സാധാരണ ജോബ് ഉള്ളവർ ചെയ്യുന്ന പോലെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യല്ലേ ചെയ്യുക. ആ പ്രൊജക്റ്റിൻ്റെ ടൂൾ പഠിക്കാൻ വേണ്ടിയിട്ട് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ജോലി കിട്ടിയ പോലെ ഇരുന്ന് വർക്ക് ചെയ്തു. രാവിലെ 9 മുതൽ 6 വരെ 7 hours വിത്ത് സം റെസ്റ്റ്. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ സ്റ്റഡിയിങ് ദിസ് പെർട്ടിക്കുലർ ടൂൾ ആൻഡ് ഐ മാസ്റ്റേർഡ് ദി ടൂൾ. സർട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ പാസ്സായി. ഒരു ക്വസ്റ്റ്യൻ മാത്രം തെറ്റി, ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ്. 100 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റി 5 മാർക്ക് പോയി, 95 മാർക്സ് കിട്ടി. അത് കിട്ടാൻ കാരണം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഒരു 120 മാർക്കിന് ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലായിടത്തും നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു രീതിയിൽ പഠിച്ചപ്പോൾ എനിക്ക് ആ സർട്ടിഫിക്കേഷൻ കോഴ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ CV-യിൽ, എൻ്റെ കരിക്കുലം വിറ്റിൽ എനിക്ക് ആ സർട്ടിഫിക്കേഷനും കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ പറയാം. സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുത്തു. അതിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ചു. ഇയാളുടെ സ്കില്ലിലേക്ക് ഏകദേശം എത്തൂല എന്തായാലും, കാരണം റിയൽ പ്രൊജക്റ്റിൻ്റെ എക്സ്പീരിയൻസ് നമുക്കില്ല. പക്ഷേ
ഈ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൂൾ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ ആ ടൂളിൽ നമുക്ക് പല രീതിയിലും അപ്ലൈ ചെയ്ത് മുന്നേറാൻ പറ്റും. ഏകദേശം ഒരു 60% 70% വരെ നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റിയാൽ ഏകദേശം അവരുടെ 60% 70% സ്കിൽ നമുക്കാവില്ലേ. അപ്പോൾ 0 സ്കില്ലുള്ള ഒരാൾ ജോലി സെർച്ച് ചെയ്യുന്നതും ഒരു 75% സ്കില്ലുള്ള ഒരാൾ ഒരു ഫ്രഷർ ജോബ് സെർച്ച് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ഒരു 2 സ്കില്ല്, അതിൻ്റെ കൂടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ജോബ് ഹണ്ടിങ്ങും ഒരു എക്സ്പീരിയൻസ് ആണ്. ലിങ്ക്ഡിനിൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നത്, അവരോട് റെഫറൻസ് ചോദിക്കുന്നത്, അവരെ കണക്ട് ചെയ്ത് പേഴ്സണലി മെസ്സേജ് അയക്കുന്നത്, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, കമ്പനികളുടെ കൾച്ചറിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കണക്ഷൻ ബിൽഡ് ചെയ്യാനും ഇവൻച്വലി ദാറ്റ് ലീഡ്സ് ടു റെഫറൽ. ആൻഡ് ഗസ് വാട്ട്, ഇഫ് യു ഗെറ്റ് റെഫറൽസ്, ദി ചാൻസ് ടു ഗെറ്റ് ജോബ് ഈസ് ആക്ച്വലി ഹയർ കമ്പയർഡ് ടു എനി അതർ തിങ്സ്. ഓക്കെ, റെഫറലിനാണ് എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടിയത്. അതിൻ്റെ ശേഷമാണ് ആ എക്സ്പീരിയൻസ് ബേസ്ഡാണ് പിന്നെ വാല്യൂ കൂടുതൽ ഷോക്കേസ് ചെയ്യാൻ പറ്റിയതും അടുത്ത കമ്പനിയിൽ ജോലി കിട്ടാൻ സഹായിച്ചതും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ ടിപ്പ്, ഒറ്റ മെൻ്റൽ ഹാക്ക്. ഇമാജിൻ ലൈക്ക് യു ഓൾറെഡി ഗോട്ട് എ ജോബ്. നിങ്ങൾക്ക് ഓൾറെഡി ജോബ് കിട്ടിയെന്ന് കരുതുക. അങ്ങനെ കരുതിയാൽ നിങ്ങളുടെ ബിഹേവിയറിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്താൻ പോകുന്നത്. ആ മാറ്റങ്ങൾ വരുത്തുക. എത്ര കാലത്തേക്ക്? 6 മാസത്തേക്ക്. എന്ത് പഠിക്കണം? ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റൻ്റായിട്ട് ഫോക്കസ്ഡായിട്ട് വർക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് ജോബ്. ഈ ഒരു കാര്യം നല്ല റാങ്കൊക്കെ ആയിട്ട് പ്ലേസ്മെൻ്റൊക്കെ കിട്ടിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടില്ല. കാരണം അവർ വിചാരിക്കും ഇത്രയൊക്കെ പണിയുണ്ട് ഒരു ജോലി കിട്ടാനെന്ന് വിചാരിക്കും. പക്ഷേ കുറേ പേരുണ്ടല്ലോ, ജോലി സെർച്ച് ചെയ്യും, 1 മാസം സെർച്ച് ചെയ്യും, ഗിവ് അപ്പ് ചെയ്യും. 2 മാസം സെർച്ച് ചെയ്യും, ഒന്നും കിട്ടില്ല, ഗിവ് അപ്പ് ചെയ്യും. 3 മാസം സെർച്ച് ചെയ്യും, ഗിവ് അപ്പ് ചെയ്യും. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് വേറെ റൂട്ട് കൂടെ ആയിരിക്കും. ദ റിയാലിറ്റി ഈസ് വി ഡോണ്ട് ഹാവ് ദി ജോബ് ഹണ്ടിങ് സ്കിൽ, വി ഡോണ്ട് ഹാവ് ദി റിക്വയർഡ് സ്കിൽസ് ടു പെർഫോം ഇൻ ദാറ്റ് ജോബ്, വി ഡോണ്ട് ഹാവ് ഡിസിപ്ലിൻ, വി ഡോണ്ട് ഹാവ് കൺസിസ്റ്റൻസി, വി ഡോണ്ട് ഹാവ് ഓൾ ദീസ് ഗുഡ് ക്വാളിറ്റി ദാറ്റ് എൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഹാസ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കുള്ള ക്വാളിറ്റീസ് ഒന്നും നമുക്കില്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഒരു ഏകദേശം ഒരു സ്മാൾ പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയാൽ അത് മതി ജോബ് ക്രാക്ക് ചെയ്യാൻ. സോ അപ്ലൈ ദിസ് ട്രിക്ക് ഇഫ് യു ആർ സംവൺ ഹു ഈസ് ആക്റ്റീവ്ലി ആൻഡ് സീരിയസ്ലി ലുക്കിംഗ് ഫോർ എ ജോബ്. ജസ്റ്റ് കോപ്പി ഇറ്റ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, consider subscribing to this channel and check out this video in which I am talking about communication skill. സീരിയസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കൺസിഡർ ചെക്കിംഗ് ഔട്ട് ദാറ്റ് വാട്സപ്പ് ഗ്രൂപ്പ്. ഇറ്റ്സ് എ ഫ്രീ കമ്മ്യൂണിറ്റി. ഐ എം ഗിവിംഗ് ദ ലിങ്ക് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട്. ഷാഡോ ജംപ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണത്. അതുപോലെ തന്നെ നോഷൻ വെച്ചിട്ട് ലൈഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, എങ്ങനെ ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ വീഡിയോ ഈ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. വാച്ച് ദീസ് 2 വീഡിയോസ്, ഐദർ ഓഫ് ഇറ്റ് or both of the videos, and try to learn this concept and apply in your life and work at least 6 months consistently to land your first job. All the best.